US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനയി വധിക്കപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനിലെ കറാച്ചിയിലും US കോൺസുലേറ്റിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. നൂറുകണക്കിന് പ്രതിഷേധക്കാർ കോൺസുലേറ്റിന്റെ പ്രധാന കവാടം തകർത്ത് അകത്തുകയറി. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തീയിട്ടു, ജനാലകൾ തകർത്തു, വാഹനങ്ങൾക്ക് തീയിടുകയും അമേരിക്കൻ പതാക കത്തിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രതിഷേധത്തിന്റെയും ആക്രമണത്തിന്റെയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മാർച്ച് 1 രാവിലെയാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ ഖാംനയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇറാൻ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ വ്യക്തികളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഇതുവരെ കാണാത്ത ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖാംനയുടെ മരണം സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്കകം ഇറാൻ ആക്രമണത്തിനെതിരായി പ്രതിഷേധിക്കുന്ന പാക് പൗരന്മാർ കറാച്ചിയിലെ US കോൺസുലേറ്റിലേക്ക് ഇരച്ചെത്തി. ഖാംനയുടെ ചിത്രങ്ങൾ വഹിച്ച് US-നെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. സുരക്ഷാ ബാരിക്കേഡുകൾ തകർത്ത് കോൺസുലേറ്റിന്റെ പ്രവേശന മേഖലയിലേക്ക് കയറിയവർ ജനാലകൾ കല്ലെറിഞ്ഞ് തകർത്തു. ഗാർഡ് ഹൗസും ബാരിയറുകളും തീയിട്ടു. ചില പ്രതിഷേധക്കാർ പെട്രോൾ ബോംബുകൾ എറിഞ്ഞതായും വാഹനങ്ങളും അമേരിക്കൻ പതാകകളും കത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോകളിൽ ജനക്കൂട്ടം കോൺസുലേറ്റിന്റെ ഗേറ്റുകൾ തകർക്കുന്നതും തീയും പുകയും ഉയരുന്നതും കാണാം. മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതയ്ക്ക് ഉത്തരവാദി US ആണെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ഉച്ചയായതോടെ പ്രതിഷേധം രൂക്ഷമായി. റോഡുകൾ അടച്ചു, പ്രദേശത്തെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. പാകിസ്ഥാൻ പോലീസും പാരാമിലിറ്ററി ഫോഴ്സുകളും ലാത്തിയും കണ്ണീർവാതകവും പ്രയോഗിച്ചാണ് ജനക്കൂട്ടത്തെ നേരിട്ടത്. കോൺസുലേറ്റിലെ US സൈനിക ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തിന് നേരെ വെടിവെപ്പ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സംഘർഷത്തിൽ കുറഞ്ഞത് 8 പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 3 US എംബസി ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കോൺസുലേറ്റിന് വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സിന്ധു ഹോം മിനിസ്റ്റർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണം ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഖാംനയുടെ മരണത്തിന് പിന്നാലെ യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുകയും നിരവധി നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ബാഗ്ദാദിലെ US എംബസി മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ഇറാഖികൾ എംബസിക്ക് നേരെ കല്ലെറിയുകയും സുരക്ഷാ സേന പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ ജമ്മു കശ്മീരിലെ റംബനിൽ ട്രംപിന്റെ കോലം കത്തിച്ചും പ്രതിഷേധങ്ങൾ നടന്നു.